ഈ വാർത്താ ദിനം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് രാജ്യതലസ്ഥാനത്തുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. രാജ്യതലസ്ഥാനത്തെ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മരിച്ചവരിൽ 3 കുട്ടികളുമുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഡൽഹിയിൽ നിന്നും ശരത്. ശരത്, ഗുഡ് മോർണിംഗ്. ഏറെ ദാരുണമായ സംഭവമാണ്. ഈ കുംഭമേള തുടങ്ങിയതിനു ശേഷം എത്രയോ അപകടങ്ങളിലായി എത്രയെങ്കിലും പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. നിലവിലെ സാഹചര്യങ്ങൾ, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. വളരെ ദുരന്തകരമായ ഒരു വാർത്തയായിട്ടാണ് ഇപ്പോൾ ഡൽഹി പൊലിരുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി 9:30 മണിയോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 14-16 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുണ്ടായ ദുരന്തമാണ് ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടത്. 15ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ റെയിൽവേ തന്നെ അറിയിപ്പിറക്കിയിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള LNGP ആശുപത്രിക്ക് തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ പോലീസ് മാധ്യമങ്ങളുടെ അതിലെ സന്ദർശകരെയും തടഞ്ഞിട്ടുണ്ട്. ഏതായാലും 30ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിന് പുറത്തു വരും. റെയിൽവേ ഇത് സംബന്ധിച്ച ഒരു ടോൾ ഫ്രീ നമ്പർ ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. ഏതായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഇപ്പോൾ 2 പ്രത്യേക ട്രെയിനുകൾ കുംഭമേളയ്ക്ക് വേണ്ടി പ്രയാഗ്രാജിലേക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ 8 മണിക്ക് പുറപ്പെടാൻ വേണ്ടി അനൗൺസ് ചെയ്തിരുന്നു. ആ 12ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ ട്രെയിനുകൾ വരിക എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പ്ലാറ്റ്ഫോം 16ലേക്കും മാറ്റിയതാണ് ഈ തിക്കും തിരക്കിലും ഇടയാക്കിയത് എന്ന് വേണം നമുക്ക് പറയാൻ. അതുപോലെ ഓവർബ്രിഡ്ജിലേക്ക് ആൾക്കാർ തള്ളിക്കയറി ഓവർബ്രിഡ്ജിൽ നിന്ന് തിരക്ക് കൊണ്ട് അതായത് ആൾക്കൂട്ട തിരക്ക് കൊണ്ട് ആൾക്കാർ താഴെ വീഴുകയും ചെയ്തു. ഇതാണ് ഇത്തരം ഒരു ദുരന്തമുണ്ടാക്കിയെന്നാണ് റെയിൽവേ പറയുന്നത്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭൂതപൂർവമായ തിരക്ക് കണ്ടെത്തിയാൽ നിയന്ത്രിക്കുന്നതിൽ ന്യൂഡൽഹിയെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമാണ്. അതുപോലെ തന്നെ ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് ഇവരെ എത്തിക്കുന്നതിന് അല്പം വീഴ്ച വരുത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. റെയിൽവേ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള ഉന്നത വ്യക്തികൾ ഇത് സംബന്ധിച്ച റെയിൽവേ മിനിസ്റ്ററുമായി അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഈ ദുരന്തത്തിന് പ്രധാന കാരണം അനിയന്ത്രിതമായ തിരക്കാണ് എന്നാണ് റെയിൽവേ പറയുന്നത്. പെട്ടെന്ന് ജനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് റെയിൽവേയുടെ വാദം. ഏതായാലും വളരെ വേദനാജനകമായ ഒരു കാഴ്ചകളാണ് നേരത്തെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിരുന്നത്. ഏതായാലും 12 മണിയോടെ റെയിൽവേ സ്റ്റേഷൻ ഇത് സംബന്ധിച്ച റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ രൂപയിൽ പ്രവർത്തന സജ്ജമാക്കി ട്രെയിനുകൾ പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് തന്നെ പരിക്കേറ്റവരും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണതോതിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ച ഉന്നതതല ഒരു ഉത്തരവിന് നോർത്തേൺ റെയിൽവേ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, സേഫ്റ്റി കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തുകയും കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാമത്. മരിച്ചവരിൽ 3 കുട്ടികളുമുണ്ട് ഉൾപ്പെടുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ പരിക്കേറ്റവരുടെ നിലയെ സംബന്ധിച്ചും വിവിധ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 18ഓളം പേർക്ക് ഗുരുതരമായ രീതിയിൽ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 20 പേരെ പ്രാഥമിക ചികിത്സ നൽകി പുറത്തുവിട്ടു, അതേപോലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും ഇതിൽ നമ്മൾ പരിക്കേറ്റവരിലും മറ്റുള്ള മലയാളികളുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ പരിശോധിക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് പ്രത്യേക ട്രെയിൻ ആയതുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള അടക്കമുള്ള മലയാളികൾ ഈ ട്രെയിനിൽ വളരെ പ്രയാഗ്രാജിലേക്ക് പോകുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കുംഭമേള അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിന് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ തന്നെ 2 പ്രത്യേക ട്രെയിനുകൾ ഇന്ന് പ്രയാഗ്രാജിലേക്ക് വന്ദേ മാതരമുള്ള ട്രെയിനുകൾ ഇന്ന് പ്രയാഗ്രാജിലേക്ക് 5:30 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ കഴിയാത്തത്, എന്താണ് ഇത്രയും പെട്ടെന്ന് ഒരു തിരക്കിന് കാരണമായത്? റെയിൽവേയിൽ അതാണ് ശരത്തെ. കാരണം നോർത്തേൺ റെയിൽവേ ഇപ്പോൾ ഈ ദുരന്തത്തിൽ അപകടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട കാരണത്തെക്കുറിച്ച് റെയിൽവേ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മാറ്റി പിന്നീട് തിക്കും തിരക്കും ഉണ്ടായി എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുമുള്ളൊരു ചോദ്യം, ഈ കുംഭമേളയിൽ ഇത്രയും പേർ അവിടേക്ക് എത്തുമെന്ന കാര്യം റെയിൽവേ മന്ത്രാലയത്തിന് അറിയാം. ഈ പ്ലാറ്റ്ഫോം ഇത്രയും തിക്കും തിരക്കും ഉണ്ടാകും, അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ റെയിൽവേ പരാജയപ്പെട്ടു എന്നൊരു വിലയിരുത്തലിലേക്കാണോ എത്തുന്നത്? ശരത്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ റെയിൽവേ മന്ത്രാലയം
ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോർത്തേൺ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട കാരണം എന്നതാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയും റെയിൽവേ മന്ത്രാലയം തന്നെ നൽകുന്നുണ്ട്. അപ്പോഴുമുള്ളൊരു ചോദ്യം, ഇത്രയും തീർത്ഥാടകർ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം റെയിൽവേക്ക് അറിയാം. ഇത്രയും പേരെ ഒരു സുരക്ഷാ പാളിച്ച അവിടെ ഉണ്ടായിട്ടില്ലേ? മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നോ? വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യമാണ് ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. കാരണം റെയിൽവേ സംബന്ധിച്ചോളം അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സംബന്ധിച്ചോളം റെയിൽവേ സുരക്ഷയെ സംബന്ധിച്ചോളം അത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് തിരക്ക് കൂടിയെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. എന്നാൽ പോലും സുരക്ഷയിൽ പരിപൂർണമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം പ്ലാറ്റ്ഫോം ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്ലാറ്റ്ഫോം ചേഞ്ച് അനൗൺസ് ചെയ്യുന്നു. അതുപോലെ തന്നെ തീവണ്ടി ഈ പ്രത്യേക ട്രെയിന് വൈകുന്നു തുടങ്ങിയ സുരക്ഷാപരമായ വീഴ്ചകളാണ് ഇതിലുണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ പ്ലാറ്റ്ഫോം മാറ്റമാണ് ആ പ്ലാറ്റ്ഫോം മാറ്റം ഉണ്ടാകുകയും അത് നിയന്ത്രിക്കാൻ RPF-ന് കഴിയാതിരിക്കുകയും ചെയ്തതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ദൃക്സാക്ഷികളും അതുതന്നെയാണ് പറയുന്നത്. കാരണം 12ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 16 പ്ലാറ്റ്ഫോമിലേക്ക് 15ഉം 16ഉം പ്ലാറ്റ്ഫോമിലേക്ക് 14ഉം 15ഉം 16ഉം പ്ലാറ്റ്ഫോമിലേക്ക് ജനങ്ങൾ ഓടിക്കയറിയതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് റെയിൽവേ തന്നെ നൽകുന്ന വിശദീകരണം. ഏതായാലും വേണ്ടത്ര പോലീസുകാരുണ്ടായിരുന്നില്ല, റെയിൽവേ പോലീസുകാരുണ്ടായിരുന്നില്ല ഇത്രയും തിരക്ക് നിയന്ത്രിക്കാൻ എന്നതൊരു വസ്തുത തന്നെയാണ് ശ്രീലക്ഷ്മി. അതാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. ഏതായാലും നോർത്തേൺ റെയിൽവേയുടെ ഉന്നതതല സേഫ്റ്റി കമ്മീഷണർ ഇന്നലെ രാത്രി തന്നെ 12 മണി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആശുപത്രിയെ സംബന്ധിച്ചുള്ള LNGP ആശുപത്രിയെ സംബന്ധിച്ചുള്ള പരിക്കേറ്റവരെ കാണാൻ ബന്ധുക്കളെ സംസാരിക്കാനോ മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നില്ല. കാരണം പോലീസ് വളരെ ബാരിക്കേഡ് വെച്ചിട്ട് LNGP ആശുപത്രിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെ അല്ലെങ്കിൽ ബന്ധുക്കളെയോ മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചുരുങ്ങിയ, അതായത് പരിക്കേറ്റവരെ കാണാനെത്തിയ ബന്ധുക്കളെ മാത്രമാണ് മാധ്യമങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും പരിക്കേറ്റവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അവസ്ഥ എന്നും അതുപോലെ തന്നെ ആരൊക്കെയാണ് പരിക്കേറ്റുമെന്നുള്ള പൂർണ്ണ വിവരങ്ങൾ റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അല്പസമയത്തിനും അത് പുറത്തുവിടുമെന്നാണ് നോർത്തേൺ റെയിൽവേ PRO പറഞ്ഞത്. ഏതായാലും ഇത് വളരെ ദുരന്തമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത അല്പസമയം കൊണ്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ദുരന്തത്തിന് ഏർപ്പെട്ടവർക്ക് ചികിത്സ നൽകുകയാണ് റെയിൽവേയുടെ പ്രാഥമിക കടമ എന്ന് റെയിൽവേ മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സംബന്ധിച്ചോളം നുടി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി 11:30 മണിയോടെ തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റുകൾ വിസ്തൃതിയാക്കപ്പെടുകയും പരിക്കേറ്റവരെ പൂർണ്ണമായ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏതായാലും നമുക്കറിയാൻ കഴിയുന്ന ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം 18 പേരുടെ പരിക്ക് സാരമുള്ളതാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതിൽ 8 സ്ത്രീകളുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പൂർണ്ണ വിവരങ്ങൾ ഇതിൽ മലയാളികളുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിച്ച് വരികയാണ്. നമുക്ക് ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. കാരണം മലയാളികളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും നമുക്ക് അറിയാം. കാരണം വെച്ചാൽ ഇന്ന് 8 മണിക്കുള്ള ഒരു പ്രത്യേക ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ട്രെയിനുകളാണ്, നേരത്തെ പ്രഖ്യാപിച്ച ട്രെയിനിൽ. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു റിസർവേഷനൊക്കെ ലഭിച്ചുകൊണ്ട് നേരത്തെ വരുന്ന വ്യക്തികൾ മലയാളികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാലും ഇക്കാര്യത്തിൽ നമുക്ക് മലയാളി ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയ ഒരു 2 ട്രെയിനിലെ യാത്രക്കാർക്കാണ് പ്രയാഗരാജിലേക്കുള്ള യാത്രക്കാരാണ് ദുരന്തം ഏർപ്പെട്ടത്. അതേസമയം റെയിൽവേ പറയുന്നത് വളരെ വലിയ തിരക്കായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ന്യായീകരണമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പറയുന്നിരിക്കുന്നത്. ഏതായാലും RPF-ന്റെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ, അതായത് ഉന്നതതല DG അടക്കമുള്ള വ്യക്തികളൊക്കെ തന്നെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ ആശുപത്രിയിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. ശ്രീലക്ഷ്മി, ഫെബ്രുവരി 26 പ്രധാന സ്നാനത്തോടെയാണ് കുംഭമേള സമാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി തീർത്ഥാടകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക കണക്കുകൾ അനുസരിച്ച് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് 45 കോടി ഭക്തരെന്നാണ്. അപ്പോൾ ഈ
മേള അവസാനിക്കാനുള്ള കുംഭമേള അവസാനിക്കാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കെ തീർത്ഥാടകരുടെ എണ്ണം അഭൂതപൂർവമായി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ കേന്ദ്രത്തിന് അറിയാവുന്നതാണ്, സംസ്ഥാന സർക്കാരിന്, ഉത്തർപ്രദേശ് സർക്കാരിന് അറിയാവുന്നതാണ്. ഈ റെയിൽവേയിൽ ഇത്രയും പേർ എത്തും എന്നുള്ളൊരു കാര്യത്തിലും അറിയാം. പക്ഷേ അപ്പോഴും ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ റെയിൽവേ മന്ത്രാലയം പരാജയപ്പെട്ടു എന്ന കാര്യം ഈ അപകടത്തിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ശരത് ലാൽ പറഞ്ഞതുപോലെ ഇനി ഇതിൽ മലയാളികളുണ്ടോ എന്നൊരു കാര്യത്തിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ മലയാളി സാന്നിധ്യം വളരെയധികമുണ്ട്. കുംഭമേള അവസാനിക്കാനുള്ള സമയങ്ങൾ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി മലയാളികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ശരത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ ട്വീറ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. കേന്ദ്രം ഈ വിഷയത്തെ എത്രത്തോളം പ്രധാനമായാണ്, എത്രത്തോളം ജാഗ്രതയോടെയാണ് കാണുന്നത്? കേന്ദ്രത്തെ സംബന്ധിച്ചോളം ഇത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു അപകടമാണ്, അല്ലെ ദുരന്തമാണ്. അതിൽ റെയിൽവേ കൈകഴിയാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. പ്രധാനമന്ത്രി ആവട്ടെ, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവട്ടെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവട്ടെ, കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടും എന്നത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രതികരിച്ചതും. 15 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല, ദുരന്തത്തിന് ഇരയായി എന്നുള്ളതല്ല, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരം ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റെയിൽവേയുടെ പാളിച്ച എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇത് തന്നെയാണ് BJP അലോസരപ്പെടുന്നത്. കാരണം ഡൽഹിയിൽ നിന്നുള്ള ഒരു ന്യൂഡൽഹിയിൽ പോലും ഒരു റെയിൽവേക്ക് ഇത് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എന്താണ് ഈ തിക്കും തിരക്കും തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് റെയിൽവേക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത് എന്ന ഒരു വളരെ വലിയ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം, രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. സുരക്ഷാ ക്രമീകരണത്തിലായാലും ശരി, സംവിധാനത്തിലായാലും ശരി, ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും ശരി, എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ ഒരു തിരക്കിനെ, അതായത് സാധാരണ തിരക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കാട്ടും തിരക്ക് റെയിൽവേ പറയുന്നത് വളരെ കൂടുതൽ ആൾക്കാർ എത്തി എന്നാണ്. എന്നാൽ ഇത്രയും ആൾക്കാർ എത്തും എന്നുള്ളത് റെയിൽവേ മുൻകൂട്ടി കണ്ടില്ല എന്നത് നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് തന്നെയാണ് കേന്ദ്രത്തെ ആശങ്കാകുലരാക്കുന്നത്. പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും പോലെ വ്യക്തികൾക്ക് പോലും ഇത് ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സേതുലക്ഷ്മി.